ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പാട്ട് പാടാനോ അല്ലെങ്കിൽ അവരവരുടെ സൗണ്ടൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പല എന്താ പറയുക എഫക്ട്സ് ഒക്കെ കൊടുത്ത് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ ഇപ്പോൾ ഗ്രൂപ്പ്സൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പാട്ട് പാടി ഇടുന്നവർക്കൊക്കെ അവരുടെ സൗണ്ട് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള എഫക്ട്സ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വോയിസ് ചേഞ്ചർ വിത്ത് എഫക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ചിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു മൈക്കിൻ്റെ പിക്ചറും അതേപോലെ താഴെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു ആപ്പാണ് കേട്ടോ, 10 MB സംതിങ്ങേ ഉള്ളൂ, വളരെ ചെറിയൊരു ആപ്പാണേ. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് പാടാനൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 ലൈൻ മൂളാണ്. അതുകൊണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നതാണെങ്കിലും ഇതിങ്ങനെ കേട്ടിട്ട് തിരിച്ചതിങ്ങോട്ട് നമ്മൾ പ്ലേ ചെയ്ത് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാവും. നിങ്ങൾക്കിതാ ഇവിടെയുള്ള ഈ ഒരു മൈക്ക് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ടാപ്പ് ടു സ്റ്റാർട്ട് റെക്കോർഡിംഗ്, അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. ഇതാണ് എൻ്റെ നോർമൽ വോയിസ്. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന 1-2 ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഈ കേവ് എന്നുള്ള ഓപ്ഷൻ എനിക്കിഷ്ടമാണ്. കണ്ടല്ലോ. അതേപോലെ വേറെ ഒന്ന്, ഈ ടെലിഫോൺ എനിക്കിഷ്ടമാണ്. അതുപോലെ എനിക്ക് വേറെ ഒന്നും ഇഷ്ടമാണ്. കണ്ടല്ലേ. അതുപോലെ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേ കോമഡിയൊക്കെ ഉണ്ട് കേട്ടോ, ചൈൽഡ് നോക്കിക്കോളൂ. കോമഡിയാണല്ലേ. ഇനി വേറെ ഒന്ന്, അതിൽ ഡെത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ടെലിഫോൺ തന്നെ നോക്കാം. അപ്പോൾ ഇതെനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു 3 ഡോട്ട്സിലാക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനെ റിംഗ് ടോൺ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം, റിംഗ് ടോൺ നോട്ടിഫിക്കേഷൻ ആയിട്ട് സെറ്റ് ചെയ്യാം, എക്സ്പോർട്ട് ഫയൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മ്യൂസിക് ലൈബ്രറിക്കോ ഏത് ഫോൾഡറിലേക്കാണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുവിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വേർഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സെറ്റിങ്സ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പിയാനോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ ചെയ്ത് കേൾക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതുപോലെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ ഗ്രൂപ്പ്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ അവരവരുടെ സൗണ്ടിനെ കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ എൻഹാൻസ് ചെയ്ത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.